എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, അതേപോലെ ICICI ബാങ്ക്, ഭാരതി എയർടെൽ എന്നിവയുടെ ബലത്തിൽ ബെഞ്ച് മാർക്ക് ഇക്വിറ്റി ഇൻഡെക്സുകളായ നിഫ്റ്റിയും സെൻസെക്സും ഈ ആഗോള വിപണിയിലെ പ്രശ്നങ്ങളെ അവഗണിച്ച്, മാത്രമല്ല ഇന്ന് രാവിലത്തെ ഇടിവിൽ നിന്ന് സുന്ദരമായൊരു തിരിച്ചുവരവ് നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. US മാന്യ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ആഗോള മാർക്കറ്റുകൾ മൊത്തം നെഗറ്റീവിലാണ് ട്രേഡിംഗ് നടത്തിയത്. സെൻസെക്സ് 371 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗണോട് കൂടിയാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. താമസിയാതെ തന്നെ 73,664 വന്നു. ഏറ്റവും താഴ്ന്ന ഇന്നത്തെ ലോ ക്രിയേറ്റ് ചെയ്തത് 73,664. അവിടെ നിന്നും സാവധാനവും സ്ഥിരമായും അതായത് പിന്നീട് താഴത്തേക്ക് വരാത്ത രൂപത്തിൽ ചെറിയ ചെറിയ റെഡ് ക്യാൻഡികൾ വെച്ചെങ്കിലും ഒരു സ്ഥിരമായ ഒരു ബയ്യിങ് പ്രഷറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സെൻസെക്സ് ഒരു ഘട്ടത്തിൽ 74,195 എന്നുള്ള ഒരു ഡേ ആയി ക്രിയേറ്റ് ചെയ്തെങ്കിലും അവസാനം ഒരു 13 പോയിൻ്റ് നെഗറ്റീവിൽ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി 200 പോയിൻറ്റിന് മുകളിലെത്തി, താഴെ നിന്നും 200 പോയിൻറ്റിന് മുകളിലെത്തി. ഇന്നത്തെ ലോ വന്നിട്ട് 22,314. അവിടെ നിന്നും ഇന്നത്തെ ഹൈയായ 22,522 ക്രിയേറ്റ് ചെയ്തിട്ട് 22,498 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും ഇൻഡസിൻഡ് ബാങ്കിൽ ഇന്ന് 27% തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. ബാങ്കിൻ്റെ ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിലെ ആന്തരിക അവലോകനം, അതായത് അതിനകത്തെ അവലോകനങ്ങൾ, അതിലൊരു പൊരുത്തക്കേടുകൾ വന്നതായിട്ട് സ്വകാര്യ ബാങ്കിങ് ലെൻഡർ പ്രസ്താവിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് 27% ഇന്ന് ബാങ്ക് ഫാളായത്. ഇതിന് ബാങ്ക് 1,600 കോടി രൂപയാണ് നഷ്ടം കണക്കാക്കുന്നത്. കൂടാതെ ഇൻഫോസിസ്, ബജാജ് ഫിൻസർവ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, സൊമാറ്റോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ആക്സിസ് ബാങ്ക് എന്നിവ 1 മുതൽ 2% വരെ ഇടിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ സൺഫാർമയും അതേപോലെ തന്നെ ICICI ബാങ്കും 2.5% പോസിറ്റീവിലാണ്. ഭാരതി എയർടെൽ, HCL ടെക്നോളജി, മാരുതി സുസുക്കി, ടൈറ്റൻ, ലാർസൻ ആൻഡ് ടൂബ്രോ, റിലയൻസ് ഇൻഡസ്ട്രി തുടങ്ങിയ ഈ ഷെയറുകളെല്ലാം തന്നെ ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതേസമയം മിഡ് ക്യാപ് ഇൻഡെക്സ് 0.7% ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ്പ് 0.7% ഇടിയുകയാണ് ചെയ്തത്. ട്രംപിൻ്റെ നടപടികൾ അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് നയിക്കുന്നത് എന്ന നിഗമനത്തിലാണ് ആഗോള മാർക്കറ്റുകൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മുന്നോടിയാണ് ഇന്നലെ US മാർക്കറ്റിൽ ഒരു ചോരപ്പുഴ കാണാൻ കഴിഞ്ഞത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വലിയ തകർച്ചയിലാണ് ട്രേഡിംഗ് തുടങ്ങിയതെങ്കിലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അതിലൊന്നും മുങ്ങാതെ കരയ്ക്ക് പിടിച്ചു എന്ന് പറയാം. ഇനി നാളെ വരുന്ന കഴിഞ്ഞ മാസത്തെ ഫെബ്രുവരി മാസത്തിലെ റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും അതേപോലെ തന്നെ ജനുവരിയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് ഡാറ്റയും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ US റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഫിഗർ രാത്രി ഇന്ന് പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം നാളെ ബുധനാഴ്ച ഫെബ്രുവരിയിലെ റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും ഇന്ന് സൗദിയിൽ നടക്കുന്ന US യുക്രൈൻ ചർച്ചയും ഈ ആഴ്ചയിലെ തുടർന്നുള്ള ദിവസങ്ങൾ മാർക്കറ്റിൻ്റെ ഗതി നിയന്ത്രിക്കുമെന്ന് പറയാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകൾ നോക്കുകയാണെങ്കിൽ സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. നോക്കൂ, എത്ര കൃത്യമാണ്. റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു, താഴേക്ക് വന്നു, സപ്പോർട്ട് ടച്ച് ചെയ്തു, മേലേക്ക് പോയി. അതാണ് അത് ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യണം പറഞ്ഞിട്ട് ഇന്നലെ ഇത്രയും ഗ്യാപ്പിൽ ഞാൻ വിട്ടത് തന്നെ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നോക്കൂ, ബാങ്ക് നിഫ്റ്റിയും സമാനമായ രീതിയിൽ തന്നെ നമ്മുടെ 1 hour ടൈം ഫ്രെയിമിലുള്ള സപ്പോർട്ട് ലെവലാണ് 47,830. അതിനടിയിൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അതിന് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അതിലും ഇന്ന് ആക്റ്റീവ് ആയിട്ടില്ല. സെൻസെക്സും സെയിം തന്നെയാണ്. നോക്കൂ, സപ്പോർട്ടിനടുത്താണ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ 3 ഇൻഡെക്സുകളിലും നമുക്കിന്ന് ആക്റ്റീവായിട്ടില്ല. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്കൗട്ട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഈ ലെവലുകളൊന്ന് പുനഃപരിശോധിക്കാം.
നമുക്ക് സപ്പോർട്ടായിട്ട് 22,300 തന്നെ വയ്ക്കാം. റെസിസ്റ്റൻസും സെയിം തന്നെയാണ്. നോക്കൂ, കൃത്യമായി സെൻട്രലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 150 പോയിൻ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു 200ഓളം പോയിൻ്റ്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു ലെവലുകൾ നമ്മൾക്ക് പരിശോധിക്കാം. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് 73,590 നമുക്ക് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ വേണമെങ്കിൽ ഇതിൽ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, 74,210 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് 74,730, സപ്പോർട്ട് 73,340. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് ലെവൽ നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. 47,700 റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇത് വയ്ക്കാം. ഇന്നത്തെ ഹൈ 48,040. അപ്പോൾ നമുക്ക് നാളെ ഇതിൽ ഈസി ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. ഇനി 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് റെസിസ്റ്റൻസ് ഇതാണ് 48,280. ബാങ്ക് നിഫ്റ്റിയിൽ 1 അവർ സപ്പോർട്ട് ലെവൽ പറയുന്നില്ല. ഓക്കെ, ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്കൗട്ട് നടത്തുകയോ അതിനെ ടച്ച് ചെയ്ത് തിരിച്ചു വരികയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.